നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തു പറ്റി മോളെ? ഒന്നുമില്ലമ്മേ. എന്തേ ജ്യോതി കളിയാക്കിയത് ഇഷ്ടപ്പെട്ടില്ലേ? അവള് പാവല്ലേ, തമാശക്ക് പറയുന്നതാണെന്ന് എനിക്കറിയാം. പിന്നെന്താ മോളുടെ മുഖം വല്ലാതിരിക്കുന്നത്? പൂജയുടെ സമയത്ത് ജീവൻ അങ്ങനൊക്കെ പെരുമാറിയതുകൊണ്ടാണ്. എന്തു പറയാനാ മോളെ, അവൻ ഇങ്ങനെയൊന്നും കാണിക്കാറില്ലായിരുന്നു. മോളെ കണ്ടതു മുതല് മോളുടെ കാര്യങ്ങളൊക്കെ അവന് തന്നെ ചെയ്യണം. എന്തിനാ അധികം പറയുന്നു? കല്യാണത്തിന് മുൻപ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമല്ലോ. മോളെക്കുറിച്ചും മോളുടെ അച്ഛനെക്കുറിച്ചും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അവനത് ഇഷ്ടപ്പെടുകയില്ല. ഒരു കണക്കിന് കൂടുതൽ സ്നേഹിക്കപ്പെടുന്നത് ഒരു പെണ്ണിന്റെ ഭാഗ്യം കൂടിയല്ലേ. എന്താ മോളൊന്നും പറയാത്ത? ഒന്നുമില്ലമ്മേ. ഒന്നുമില്ലാഞ്ഞിട്ടാ അമ്മേ. അച്ഛനെ ഓർത്തു അല്ലേ? അച്ഛൻ ഒറ്റയ്ക്കായി പോയതിന്റെ വിഷമം മനസ്സിൽ വന്നൂല്ലേ? അതിനെ അമ്മയുടെ കയ്യിലൊരു വഴിയുണ്ട്. എന്തു വഴി? മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം കാര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഒരാളെ വിളിച്ച് സംസാരിക്കും. അതാരാ? ഏത് സങ്കടത്തിൽ നിന്നും നമുക്ക് മോചനം തരുന്ന ഒരാള്. മോള് വാ, അമ്മ അയാളെ വിളിക്കാം. മോളൊന്ന് സംസാരിക്കും. അത് വളരെ അത്ഭുതമാണല്ലോ. അമ്മയ്ക്കൊരു സങ്കടം തോന്നുന്നെന്ന് പറഞ്ഞാൽ തന്നെ അത് അത്ഭുതം. അതിനുവേണ്ടി അമ്മ മറ്റൊരാളെ ആശ്രയിക്കാന്ന് പറഞ്ഞാൽ തന്നെ അത് മറ്റൊരു അത്ഭുതം. ഏതെങ്കിലും മോട്ടിവേറ്റർമാരാണോ ഈ ഫോണിലൂടെ വിളിച്ച് ഉപദേശമൊക്കെ തരുന്ന? ഇത് മോട്ടിവേറ്റർ ഒന്നുമല്ല, ദൈവത്തിന് തുല്യമായ ഒരാള്. ഏതായാലും അങ്ങനെ ഒരാളുടെ ഉപദേശം എനിക്ക് വേണ്ട. അച്ഛനെ കുറിച്ച് ഓർക്കാൻ പാടില്ല, വിഷമിക്കാൻ പാടില്ല എന്നൊക്കെ അങ്ങനത്തെ ആളുകൾ പറയും. അമ്മ ഇത്ര കാര്യമായിട്ട് പറയല്ലേ? മോൾ അമ്മയുടെ കൂടെ വാ. എന്നിട്ട് സംസാരിച്ചിട്ട് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ വിളിക്കണ്ട. മോള് വാ. ഈ അമ്മയുടെ ഒരു കാര്യം. വാ. അമ്മയുടെ മോട്ടിവേറ്റർ മിക്കവാറും ഇന്ന് പണി നിർത്തൂട്ടോ. നമുക്ക് നോക്കാം. സംസാരിച്ചു നോക്ക്. മോളെ, ഞാൻ പറഞ്ഞില്ലേ ദൈവത്തെ പോലെ ഒരാളാണെന്ന്, അല്ലേ? ഇതെങ്ങനെയാ? അടുത്തിരിക്കുന്നതിന്റെ അമ്മയോട് ചോദിക്കും. ഇതിന്ന് രാവിലെ സുജാത കൊടുത്തുവിട്ടതാ. ഇതിന്റെ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു തരാൻ ഒരാളെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ. അമ്മ എപ്പോഴും അങ്ങനെയല്ലേ മോളെ, നമ്മൾ പ്രതീക്ഷിക്കാത്തതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നേ. മോൾക്ക് സുഖാണോ? സുഖം. ഇവിടെ പൂജയൊക്കെ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. പൂജയൊക്കെ കഴിഞ്ഞപ്പോഴേ ഞാൻ നോക്കുമ്പോ ഒരാൾ ഇവിടെ തനിച്ച് വന്ന് നിൽപ്പ് തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി അത് സദാനന്ദേട്ടനെ ഓർത്തിട്ടായിരിക്കുമെന്ന്. എങ്കിൽ പിന്നെ കാണിച്ചു കൊടുക്കണമല്ലോ. പിള്ളേര് ഫോണിൽ കുത്തി കളിച്ചോണ്ടിരിക്കുമ്പോ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഇപ്പൊ എനിക്ക് മോളെ നേരിട്ട് കാണുകയോ മിണ്ടുകയോ എന്താ ചെയ്യാലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.